നമസ്കാരം. കർക്കിടകത്തിലെ കറുത്ത വാവ് നമുക്കെപ്പോഴും ഒരു പേടി സ്വപ്നമാണ്. അതെന്തുകൊണ്ടാണ് നമ്മളങ്ങനെ ഭയപ്പെടുന്നത് എന്നറിയില്ല. പക്ഷെ നമ്മളെപ്പോഴും കർക്കിടകത്തിലെ കറുത്ത വാവിനെ ഒരു ഭയത്തോടെയാണ് കാണുന്നത്. ഇന്ന് ആ ദിവസമാണ്. പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ കർക്കിടക കറുത്ത വാവിൽ മഴയാണെന്ന്. വാസ്തവത്തിൽ അങ്ങനെയാണോ വേണ്ടത്? നമ്മുടെ മരിച്ചുപോയ പിതൃക്കളെ കാണാനും അവർക്ക് വേണ്ടി അല്പം സമയം കളയാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുമൊക്കെയുള്ള ദിവസമാണ്. അവരിന്ന് നമ്മളുടെ പ്രാർത്ഥനയും സ്നേഹവും വാത്സല്യവും കാണാൻ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു. നമ്മൾ കൊടുക്കുന്ന ചോറ് കാക്കയുടെ രൂപത്തിൽ വന്ന് അവർ കഴിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ദിവസമാണ്. അപ്പോൾ അവരെ കാണുന്ന ആഹ്ലാദമല്ലേ നമുക്ക് വേണ്ടത്? നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വാസ്തവത്തിൽ എത്ര മനോഹരമാണ് ഹൈന്ദവ ദർശനം. ഒരു മനുഷ്യൻ മരിച്ചാലും അവൻ്റെ ആത്മാവ് ഈ ഭൂമിയിൽ തന്നെ ഉണ്ട് എന്ന സങ്കല്പം. അവൻ പല രൂപത്തിൽ പല ജന്മത്തിൽ ഇവിടെ ഉണ്ടാവും. അവൻ്റെ പ്രീതി നമ്മുടെ നന്മകളാണ്. ഒടുവിൽ ഏറ്റവും കറുത്ത ദിനത്തിൽ നമ്മൾ അർപ്പിക്കുന്ന പിതൃബലിയിൽ അവൻ സംതൃപ്തനായി കാക്കയുടെ രൂപത്തിൽ അത് കൊത്തിക്കഴിച്ച് മടങ്ങുന്നു. ഇന്ന് ഈ വീഡിയോ ഞാൻ ചെയ്ത് കഴിയുന്നതിന് മുൻപ് തന്നെ പിതൃക്കളെ ഇഷ്ടപ്പെടുന്ന സകല ഹിന്ദു വിശ്വാസികളും അവരുടെ പിതൃക്കൾക്ക് വേണ്ടി പിൻതലമുറയ്ക്ക് വേണ്ടി ബലി അർപ്പിച്ചിട്ടുണ്ടാവും. പരമ്പരാഗതമായി ശിവവിഷ്ണു ക്ഷേത്രങ്ങളിലാണ് ഇത്തരം ബലിയിടൽ നടക്കുക. തിരുവനന്തപുരത്ത് തിരുവല്ലത്തുള്ള ശ്രീ പരശുരാമ ക്ഷേത്രത്തിലും ആലുവ മണപ്പുറത്തും തിരുനെല്ലി ക്ഷേത്രത്തിലും വർക്കല പാപനാശിനിയിലുമൊക്കെയാണ് പിതൃക്കൾക്ക് ബലി അർപ്പിക്കുന്ന പതിവുള്ളത്. ശിവക്ഷേത്രങ്ങൾ പുഴയോടും കടലിനോടും കായലിനോടുമൊക്കെ ചേർന്ന് എവിടെയുണ്ടെങ്കിലും അവിടെയൊക്കെ പിതൃതർപ്പണമുണ്ട്. ക്ഷേത്രങ്ങളിൽ പോയി പിതൃതർപ്പണം നടത്തണമെന്നില്ല. ഓരോരുത്തർക്കും അവരവരുടെ വീടുകളെ പിതൃതർപ്പണ വേദിയാക്കാം. അങ്ങനെ സകലരും അവരുടെ മരിച്ചുപോയ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ബലിയിടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഈ ദിനത്തിൽ ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഭൂമിയിലെ ഒരു വർഷമാണ് പിതൃക്കൾക്ക് ഒരു ദിവസം. അതുകൊണ്ട് തന്നെ വർഷത്തിലൊരിക്കൽ പിതൃബലി ഇടുന്നു എങ്കിലും പിതൃക്കളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും അവർക്ക് വേണ്ടി അവരുടെ തലമുറ ബലി അർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു എന്ന പ്രതീതിയാണ് ലഭിക്കുന്നത്. ദക്ഷിണയാനത്തിലെ ആദ്യ അമാവാസി തലേന്ന് വ്രതമെടുത്താണ് ഈ പിതൃബലിക്ക് വേണ്ടി ഒരുങ്ങുന്നത്. രാവിലെ കുളിച്ച് ഈറനണിഞ്ഞ് എള്ളും പൂവും ചോറും ഉണക്കലരിയുമൊക്കെ പൂജാദ്രവ്യങ്ങളായി അർപ്പിക്കുന്നു. നമ്മൾ ഒട്ടും വെടുപ്പോടെ കാണുന്ന ഒരു പക്ഷിയല്ല കാക്ക. പക്ഷെ എന്നിട്ടും ഈ പിതൃബലിയിൽ കാക്ക എങ്ങനെയാണ് കേന്ദ്രസ്ഥാനത്തെത്തിയത്? അതിനൊരു ഐതിഹ്യമുണ്ട്. ബ്രഹ്മാവിൽ നിന്നും പ്രത്യേക വരം ലഭിച്ച മഹിരാവണൻ തൻ്റെ കഴിവുപയോഗിച്ചുകൊണ്ട് യമധർമ്മനെ വധിക്കാൻ ശ്രമിക്കുന്നു. യമധർമ്മന് മേൽ യുദ്ധം പ്രഖ്യാപിച്ച് മുമ്പോട്ട് പോയ മഹിരാവണനെ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് യമധർമ്മന് ബോധ്യമാകുന്നു. ഒടുവിൽ രക്ഷപ്പെടാൻ വേണ്ടി കാക്കയായി മാറി യമധർമ്മൻ രക്ഷപ്പെടുന്നു. താൻ രക്ഷപ്പെട്ടതിൻ്റെ ഓർമ്മയ്ക്കായി കാക്കയെ യമധർമ്മൻ സ്വീകരിക്കുകയും ബലിച്ചോറ് കഴിക്കാനുള്ള അവകാശം കാക്കയ്ക്ക് കൊടുക്കുകയും ചെയ്യുന്നു. ഇതാണ് കാക്കയുമായി ബന്ധപ്പെട്ട ഐതിഹ്യം. വാസ്തവത്തിൽ ഈ ബലിതർപ്പണത്തിൻ്റെ പിതൃതർപ്പണത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് നമ്മളിൽ എത്ര പേർ മനസ്സിലാക്കുന്നു എന്നതിനെക്കുറിച്ച് സംശയമുണ്ട്. നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നതിൻ്റെ പ്രതീകം എന്നതിനപ്പുറത്തേക്ക് ഈ ഐതിഹ്യത്തിൻ്റെ സാരാംശം കൂടി ഉൾക്കൊള്ളേണ്ടതുണ്ട്. ആരെഴുതിയതാണ് എന്നറിയില്ലെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട വിശ്വസനീയമായൊരു കുറിപ്പ് എനിക്കിന്ന് ലഭിക്കുകയുണ്ടായി. ആ കുറിപ്പ് തന്നെയാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം. പിതൃബലിയെക്കുറിച്ചും കർക്കിടക വാവിനെക്കുറിച്ചും അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ കുറിപ്പ് ഗുണം ചെയ്യും എന്ന ബോധ്യത്താൽ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. എന്തിനാണ് ബലിയിടുന്നത്? നമ്മുടെ ഉള്ളിൽ പൂർവികരുടെ ചൈതന്യമുണ്ട്. ആധുനിക വൈദ്യശാസ്ത്രം ഇത് ഇപ്പോൾ അംഗീകരിക്കുന്നു. തന്ത്രശാസ്ത്രം ഇത് തന്നെ പറയുന്നു. സത്യത്തിൽ ആ മരിക്കാത്ത ചൈതന്യത്തിന് വേണ്ടിയാണ് ബലിയിടുന്നത്, മരിച്ചുപോയവർക്ക് വേണ്ടി അല്ല. പകരം തനിക്ക് വേണ്ടി തൻ്റെ ഉള്ളിലെ ചൈതന്യത്തിന് വേണ്ടിയാണ് ബലി. നമ്മുടെ ഈ ശരീരം ലഭിച്ചത് അച്ഛൻ്റെയും അമ്മയുടെയും ഓരോ സെല്ലിൽ നിന്നാണല്ലോ. അവയ്ക്ക് പിറകിൽ സങ്കീർണമായ ജനറ്റിക് ഘടകങ്ങളും ആധുനിക ശാസ്ത്രം പറയുന്നു. ഒരാളുടെ ശരീരത്തിൻ്റെ 32 തലമുറ വരെയുള്ള ജീനുകളുണ്ട് എന്ന്. ഇതിൽ തന്നെ 7 തലമുറ വരെ സജീവമായും നമ്മൾ ബലിയിടുന്നത് ഈ 7 തലമുറയ്ക്കും മാത്രമല്ല, അടുത്ത തലമുറയ്ക്ക് ഈ അറിവ് പകർന്നു കൊടുക്കണം. തൻ്റെ പൂർവികർ തൻ്റെ ഉള്ളിൽ ഉണ്ട് എന്ന അറിവ് ഉറപ്പിക്കാൻ കൂടിയാണ് ബലിയിടുന്നത്. ഇത് ശാസ്ത്രം പറയുന്ന ജീനിൻ്റെ വിശദീകരണം തന്നെയാണ്. നമ്മളൊക്കെ നമ്മുടെ മാതാപിതാക്കളുടെയോ അവരുടെ മാതാപിതാക്കളുടെയോ ഒക്കെ തനിപ്പകർപ്പാണ് എന്നതാണ് വാസ്തവം. നമ്മുടെ ചിരി, നമ്മുടെ പ്രവൃത്തി, നമ്മുടെ സ്വഭാവമൊക്കെ
പാരമ്പര്യമാണ്. ആ പാരമ്പര്യാംശം നമ്മുടെ ഉള്ളിൽ ഉള്ളപ്പോൾ തീർച്ചയായും നമ്മൾ പിതൃക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ബലിയിടണം. അവ നമുക്ക് വേണ്ടി തന്നെയാണ് എന്നർത്ഥം. എന്താണ് ബലിതർപ്പണക്രിയ? ബലികർമ്മം ചെയ്യുമ്പോൾ ആവാഹിക്കുന്നത് സ്വന്തം നെഞ്ചോട് ചേർത്ത് പിടിച്ചാണ്. അപ്പോൾ ആവാഹനം നടക്കുന്നത് സ്വന്തം ഉള്ളിൽ നിന്നല്ലേ? അങ്ങനെ ആവാഹിക്കുന്നത് സ്വന്തം ബോധത്തെയല്ലേ? ഇനി ആവാഹിച്ചു പൂജ ചെയ്തു എന്തു ചെയ്യുന്നു? ഈശ്വരനിൽ ലയിപ്പിക്കുന്നു. അപ്പോൾ നമ്മുടെ ബോധത്തെ പരിമിതമായ അവസ്ഥയിൽ നിന്നും പ്രപഞ്ചത്തോളം എത്തിക്കുന്ന ഒരു പൂജയാണ് കർമ്മം. ഇത് തന്നെയല്ലേ എല്ലാ ആത്മീയ വഴികളുടെയും ലക്ഷ്യം? ആരാണ് ബലിയിടേണ്ടത്? എല്ലാവരും ബലിയിടണം. മാതാപിതാക്കൾ മരിച്ചാൽ മാത്രമല്ല, കാരണം ബലിയിടുന്നത് മുഴുവൻ പിതൃപരമ്പരയെ കണക്കിൽ എടുത്തുകൊണ്ടാണ്. എന്തുകൊണ്ട് വാവിന് ബലിയിടണം? ഗ്രഹണ സമയത്തെ പോലെ അല്ലെങ്കിലും ഭൂമിയും ചന്ദ്രനും സൂര്യനെ ഏതാണ്ട് ഒരേ രേഖയിൽ വരുന്ന സമയമാണല്ലോ വാവ്. ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ വീഴുന്നതാണല്ലോ കറുത്ത വാവ്. ഇത് നമ്മുടെ ശരീരത്തിൽ ഉള്ള അഗ്നി, സോമ, സൂര്യമണ്ഡലങ്ങൾ ആയി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഈ പിങ്കള സുഷുപ്ന നാഡികൾ ശരീരത്തിൽ ഈ മണ്ഡലങ്ങളായി ബന്ധപ്പെട്ട് കിടക്കുന്നു. പ്രപഞ്ചത്തിലുണ്ടാക്കുന്ന മാറ്റം സ്വശരീരത്തിലും ഉണ്ടാകുന്നു. മാക്രോസോം പോലെ തന്നെയാണല്ലോ മൈക്രോസോം. ഈ സമയത്തെ സുഷുപ്നയിലൂടെ ഊർജപ്രവാഹം ഉണ്ടാകുന്നു. ഇത് മനുഷ്യരുടെ ബോധമണ്ഡലത്തിനെ സ്വാധീനിക്കുന്നു. മാത്രമല്ല ചന്ദ്രന് മനസ്സുമായി ബന്ധമുണ്ട്. ചന്ദ്രമോ മനസ്സോ ജാത എന്നാണല്ലോ. ചന്ദ്രനിൽ ഉണ്ടാകുന്ന ഈ മാറ്റം മനുഷ്യ മനസ്സിൽ ബോധതലത്തിൽ സ്വാധീനം ചെലുത്തുന്നു. ഗ്രഹണ സമയങ്ങളിൽ സാധന ചെയ്യണം എന്ന് പറയുന്നതും ഇതുകൊണ്ടാണ്. ആർക്കൊക്കെയാണ് ബലി? ഒരാൾ ബലിയിട്ടാൽ ആർക്കൊക്കെ തർപ്പണം കിട്ടും? ഈ ലോകത്തെ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വംശത്തിൽ ജനിച്ചവരും ഞാനുമായി നേരിട്ടും അല്ലാതെയും ബന്ധമുള്ളവർക്കായി, എൻ്റെ കഴിഞ്ഞ 2 ജന്മങ്ങളിലായി എൻ്റെ ദാസന്മാർ ആയവർക്കായും, എന്നെ ആശ്രയിച്ചവർക്കും എന്നെ സഹായിച്ചവർക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും ഞാനുമായി സഹകരിച്ചവർക്കും ഞാൻ ആശ്രയിച്ച സമസ്ത ജീവജാലങ്ങൾക്കും ജന്തുക്കൾക്കും നേരിട്ടുമല്ലാതെയും എന്നെ സഹായിച്ച എല്ലാവർക്കും, കഴിഞ്ഞ പല ജന്മങ്ങളായി ഞാനുമായി സഹകരിച്ച എല്ലാവർക്കും, അങ്ങനെയുള്ള എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ അന്നവും പുഷ്പവും ജലവും പ്രാർത്ഥനയും സമർപ്പിക്കുന്നു. എൻ്റെ അമ്മയുടെ കുലത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവർക്കും, എൻ്റെ അച്ഛൻ ഗുരുവിൻ്റെ ബന്ധുക്കളുടെ കുലത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവർക്കും, കഴിഞ്ഞ കാലത്തിൽ പിണ്ടസമർപ്പണം സ്വീകരിക്കാൻ കഴിയാതിരുന്ന എല്ലാവർക്കും, മക്കളോ ഭാര്യയോ ഭർത്താവോ ഇല്ലാത്തത് കാരണം വിഷമിക്കേണ്ടി വന്ന എല്ലാവർക്കും, പലവിധ കാരണങ്ങളെ മറ്റുള്ളവർക്ക് വേണ്ടി നല്ലത് ചെയ്യാൻ സാധിക്കാതിരുന്ന എല്ലാവർക്കും വേണ്ടി, പട്ടിണിയിൽ ജനിക്കുകയും ജീവിക്കുകയും മരിക്കുകയും ചെയ്ത എല്ലാവർക്കും വേണ്ടിയും, അടുക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയും, ആയുസ്സെത്താതെ മരിച്ചവർക്ക് വേണ്ടിയും, ഈ ലോകം കാണാനാകാതെ അമ്മയുടെ ഗർഭപാത്രത്തിൽ തന്നെ മരിച്ചവർക്ക് വേണ്ടിയും, എൻ്റെ അറിവിൽപ്പെട്ടതും അറിയപ്പെടാത്തതുമായ ബന്ധുക്കൾക്ക് വേണ്ടിയും, ഇവർക്കെല്ലാം വേണ്ടി ഞാൻ ഈ പ്രാർത്ഥനയും അന്നവും ജലവും പുഷ്പവും സമർപ്പിക്കുന്നു. ഞാൻ ഈ ലോകത്തിലുള്ളതെല്ലാം ഇവരെ അവരുടെ ലോകത്തിൽ സന്തോഷിപ്പിച്ചു നിർത്തുന്നതിനായി സമർപ്പിക്കുന്നു. ഇവിടെ ജീവിച്ചിരുന്നവരായ എല്ലാ ജീവജാലങ്ങൾക്കും 7 ലോകത്തിലും അനേകം ലക്ഷം വർഷങ്ങൾ ഇവിടെ ഉണ്ടായിരുന്ന ജീവിച്ചിരുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പുഷ്പവും അന്നവും ജലവും അവരുടെ ആത്മാക്കളുടെ സന്തോഷത്തിനായി സമർപ്പിക്കുന്നു. അവർ അവരുടെ ലോകത്തിൽ സന്തോഷിച്ചിരിക്കുന്നതായും അവിടെ ഇരുന്ന് നമ്മളെ അനുഗ്രഹിക്കുന്നതായും ഞാൻ ഒരിക്കൽ കൂടി ഈ പുഷ്പവും ജലവും അന്നവും സമർപ്പിക്കുന്നു. ഓർക്കുക, നാം ഒരു ബലി സമർപ്പിക്കുമ്പോൾ നമ്മുടെ പിതൃക്കൾക്ക് മാത്രമല്ല സമസ്ത ജീവജാലങ്ങൾക്കുമായി അത് സമർപ്പിക്കപ്പെടുന്നു. അത്ര ഉദാത്തമാണ് ഈ ബലി സങ്കല്പം. ഇതിലെല്ലാം ഉൾപ്പെട്ടിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. എന്തായാലും അന്തരിച്ച പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ബലിയിടുന്ന സകല ഹിന്ദു വിശ്വാസികൾക്കും എൻ്റെ ആശംസയും പ്രാർത്ഥനയും.